22 വയസ്സുള്ള നിഷ്കളങ്കവും സുന്ദരിയുമായ ഒരു പെൺകുട്ടി. വെള്ള ഷാൾ ചുറ്റി മുഖത്ത് പുഞ്ചിരിയുമായി കൂട്ടുകാരോടൊപ്പം ബസ് കാത്തുനിൽക്കുകയായിരുന്നു അവൾ. ആ സമയത്താണ് ഒരു കാർ അവളുടെ മുന്നിൽ വന്നു നിന്നത്. ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന യുവാവ് പെട്ടെന്ന് അവളുടെ മുന്നിൽ തടസ്സമായി നിന്നു. അവൾ ആകെ അത്ഭുതപ്പെട്ടുപോയി. "എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്." "വണ്ടിയിൽ കയറ്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്." അവൻ്റെ ഈ പെരുമാറ്റം കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ട അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. "നിങ്ങൾ ആരാണ്? എന്തിനാണ് ഞാൻ നിങ്ങളുടെ വണ്ടിയിൽ കയറുന്നത്?" "അതൊന്നും നടക്കില്ല." ഒരജ്ഞാപിക്കുന്ന സ്വരത്തിൽ സംസാരിക്കുന്ന ആ യുവാവിനെ നോക്കി അവൾ വല്ലാതെ പേടിച്ചുപോയി. പക്ഷെ അവൻ്റെ ആത്മവിശ്വാസം കണ്ട് അവൾക്കൊരു നിമിഷം വിചിത്രമായൊരു സുരക്ഷിത ബോധം തോന്നി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു. അവൾ ഒരു നിമിഷം കണ്ണുകൾ താഴ്ത്തി. പിന്നീട് ധൈര്യം സംഭരിച്ചു പറഞ്ഞു, "ഇവിടെ നിന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. എൻ്റെ ദേഷ്യം കളിപ്പിക്കരുത്." ആ കൂടിക്കാഴ്ച മോശമായിരുന്നുവെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ എപ്പോഴും അവളെ കാണാൻ പോയിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷവും അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവൻ തൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. അർമാൻ മാലിക് എന്ന ആ യുവാവ് എത്രത്തോളം സുന്ദരനാണോ അത്രത്തോളം നിർബന്ധ ബുദ്ധിയുമുള്ളവനായിരുന്നു. 6 പെങ്ങന്മാരുടെ ഏക സഹോദരനും ആ കുടുംബത്തിലെ തറവാട്ട് മഹിമയുടെ ഏക അവകാശിയുമായിരുന്നു അവൻ. അങ്ങനെ ഒരു ദിവസം അവനെ വിശ്വസിച്ച് അവൾ കഫേയിൽ കാണാൻ വന്നു. അർമാൻ വളരെ മൃദുവായി അവളുടെ കൈകളിൽ പിടിച്ചു. "എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിനക്ക് സമ്മതമാണോ?" അന്ന് വരെ കണ്ട ആൺപെണ്ണേരെ പോലെയല്ല അവൻ സംസാരിച്ചത്. സ്നേഹം നടിച്ച് വഞ്ചിപ്പാർക്കുന്നതിനിടയിൽ ആദ്യമായിട്ടാണ് ഒരാൾ അവളുടെ മുന്നിൽ നേരിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. അവൾക്കത് വിശ്വസിക്കാനായില്ല. "പ്ലീസ് മാലിക് സാബ്, ഞാനൊരു പാവപ്പെട്ടവൻ്റെ മകളാണ്. നമുക്കിടയിൽ ഒരു പൊരുത്തവുമില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ. എന്നെ വിട്ടേക്ക്." അവൾ വളരെ വിനീതമായിട്ടാണ് സംസാരിച്ചത്. അതിൽ നുണകളോ കപടതയോ ഇല്ലായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞ് അവളെ നോക്കി അവൻ ഒന്ന് പുഞ്ചിരിച്ചു. "ഐസ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സ്നേഹത്തിന് പദവിയോ സാഹചര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. അത് ചില ഹൃദയങ്ങൾ തമ്മിലുള്ള തിരഞ്ഞെടുപ്പാണ്. എൻ്റെ മനസ്സ് നിന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു." അവൻ വലിയ വർത്തമാനങ്ങൾ പറയുന്ന കൂട്ടത്തിലായിരുന്നു. ആരും അവൻ്റെ വാക്കുകളിൽ വീണുപോകും. ഫോണിലൂടെ രാത്രി മുഴുവൻ നീളുന്ന സംഭാഷണങ്ങൾക്കൊടുവിൽ അവൾക്കും അവനെ വിശ്വസിക്കേണ്ടി വന്നു. അർമാൻ മാലിക് ഒരിക്കലും പരിധി ലംഘിച്ച് സംസാരിച്ചിരുന്നില്ല. കൃത്യം 1 മാസം കൊണ്ട് അവൻ അവളെ തൻ്റെ ഇഷ്ടത്തിന് സമ്മതിപ്പിച്ചു. അവൻ ആഗ്രഹിച്ചതുപോലെ അവളെ വിവാഹം കഴിച്ചു. അതിൽ അവൻ വിജയിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് വീട്ടുകാരോട് പറയാം എന്നായിരുന്നു അവൻ്റെ പ്ലാൻ. അവൾ അവനെ അന്ധമായി വിശ്വസിച്ചു. പക്ഷേ വിവാഹശേഷം അർമാൻ ചെയ്ത കാര്യങ്ങൾ അവൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്തതായിരുന്നു. അയാൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നോർത്ത് അവൾ നീറുകയായിരുന്നു. അത്രയ്ക്ക് ക്രൂരമായ ഒരു ശിക്ഷ കിട്ടാൻ മാത്രം എന്ത് കുറ്റമാണ് താൻ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അർമാൻ തൻ്റെ മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് ചന്ദ്രനെ നോക്കി നിൽക്കുകയായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവങ്ങൾ ഉണ്ടായ ആ രാത്രിക്ക് ശേഷം അവൻ തന്നെത്താൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അവൻ്റെ വധുവായി ജീവിതത്തിലേക്ക് വന്നു. തൻ്റെ സർവസ്വവും അവൻ്റെ പേരിൽ എഴുതി വെച്ചു. അവൻ്റെ കൈകളിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവൾക്ക് മറ്റൊരു ചിന്തയുമില്ലായിരുന്നു. അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ ചെയ്തു. പക്ഷെ അതിനുശേഷം അവൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നിത്തുടങ്ങി. ആ തോന്നലിനെ മറികടക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. അവിടെ നിന്ന് പോയതിനു ശേഷം അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അവനറിയില്ലായിരുന്നു. 2 ദിവസത്തിന് ശേഷം അവൻ ഒരു മീറ്റിങ്ങിനായി വിദേശത്തേക്ക് പോയി. 2 ആഴ്ച അവിടെ കഴിഞ്ഞിട്ടും അവൾ എവിടെയാണെന്ന് അന്വേഷിക്കാൻ അവന് കഴിഞ്ഞില്ല. "നീ ജംഷീദിൻ്റെ മകളല്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ" എന്നവൻ്റെ മനസ്സ് മന്ത്രിച്ചു. പക്ഷെ ആ ചിന്തയെ അവൻ വേഗം മനസ്സിൽ നിന്നും കുടഞ്ഞു കളഞ്ഞു. എപ്പോൾ വേണമെങ്കിലും പോയി അവളെ തിരികെ കൊണ്ടുവരാമെന്ന് അവൻ കരുതി. പക്ഷെ അവൻ അവളെ ശിക്ഷിക്കുമായിരുന്നു. സത്യത്തിൽ ആ ശിക്ഷ അവൾക്കല്ല, അവളുടെ അച്ഛന് ലഭിക്കണമെന്നായിരുന്നു അയാൾ ആഗ്രഹിച്ചത്. പക്ഷെ അവൻക്കൊരു കാര്യം അറിയില്ലായിരുന്നു. അവളുടെ അച്ഛൻ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ നോക്കി നടന്നിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് മോൾക്ക് എന്ത് സംഭവിച്ചാലും അത് അയാൾക്കൊരു വിഷയമേ അല്ല. കുറെ അലച്ചിലുകൾക്ക് ശേഷം അവൾ ഒടുവിൽ അർമാൻ്റെ സഹോദരിയായ ഡോക്ടർ ആലിയ മാലിക്കിന് മുന്നിലെത്തി. 30-32 വയസ്സും പ്രായം തോന്നിക്കുന്ന സുന്ദരിയായ ആ ഡോക്ടർ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ കോലം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയായിരുന്നു. ആ പെൺകുട്ടി തലയുയർത്തി ഡോക്ടറെ നോക്കി. താൻ പറയാൻ കരുതിവെച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷെ വല്ലാത്തൊരു പേടി കാരണം അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. എങ്കിലും ഒടുവിൽ അവൾ വിക്കി പറഞ്ഞു, "മാഡം, പ്ലീസ്, എനിക്കിവിടെ ഒരു ജോലി തരുമോ?" ഡോക്ടർ ആലി അത്ഭുതത്തോടെ അവളെ നോക്കി. കൂടെ ആരും ഇല്ലാതെ, വീട്ടുകാരൊന്നും ഇല്ലാതെ ഇങ്ങനെ തനിച്ച് വന്ന് ജോലി ചോദിക്കുന്നത് കണ്ട് ഡോക്ടർക്ക് ഒരു ചെറിയ സംശയം തോന്നി. ഡോക്ടറുടെ ആ സംശയം മനസ്സിലാക്കി അവൾ ഉടനെ പറഞ്ഞു, "ഡോക്ടർ, ഞാൻ മാന്യമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാതിക്കും
ഇടവരുത്തില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തോളാം. എനിക്ക് താമസിക്കാൻ ഒരിടം കൂടി തരണമെന്ന് മാത്രമേയുള്ളൂ. ആലിയക്ക് ഇത് കേട്ട് അത്ഭുതം തോന്നിയെങ്കിലും അവളും ഒരു സ്ത്രീയാണല്ലോ. മറ്റൊരു പെണ്ണിനെ ഇങ്ങനെ ആരുമില്ലാത്ത അവസ്ഥയിൽ വഴിയിൽ ഉപേക്ഷിക്കാൻ ആലിയക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് അവളെ കൂടെ കൂട്ടി. ഐസയുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു. അതിൽ അർമാൻ മാലിക്കുമായുള്ള ചാറ്റുകളും മറ്റും തെളിവുകളും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ച് ആർക്കും സത്യം ബോധ്യപ്പെടുത്താമായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ അപ്പോഴേക്കും ഭയം വേരുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഒരു സ്ത്രീ ജീവിതത്തിൽ താഴ്പ്പെടുമ്പോൾ താങ്ങായി നിൽക്കാൻ ആരുമില്ലെന്ന് വരുമ്പോൾ അവൾ സ്വയം ഭീരുവാണെന്ന് കരുതിപ്പോകും. താൻ തീർത്തും ഒറ്റപ്പെട്ടുവെന്നും സഹായത്തിന് ആരുമില്ലെന്നും തോന്നുമ്പോൾ അവൾ നിശബ്ദതയെ കൂട്ടുപിടിക്കും. ഇപ്പോൾ അവളുടെ പേടിയും അതുതന്നെയാണ്. തന്നെ തിരഞ്ഞ് ഇതുവരെ ഇവിടെ എത്താത്ത അർമാൻ ഈ വിവാഹത്തെ അംഗീകരിക്കില്ലെന്നും അവളെ ഭാര്യയായി സ്വീകരിക്കില്ലെന്നും ഉള്ള വേദന അവളെ തളർത്തുന്നുണ്ട്. ഡോക്ടർ ആലിയയുടെ അടുത്ത് വളരെ ബഹുമാനത്തോടെയാണ് അവൾ കഴിഞ്ഞിരുന്നത്. എങ്കിലും ആ നീചനായ മനുഷ്യന്റെ തനിനിറം എല്ലാവരുടെയും മുന്നിൽ എന്ന് വെളിപ്പെടും എന്നോർത്ത് അവൾ നീറിക്കഴുകയായിരുന്നു. ഒരു കാലത്ത് അവൾക്ക് അർമാൻ മാലിക്കിനോട് അത്രയേറെ സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്തത്ര വലുതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്നേഹം അത്ര തന്നെ വലിയ വെറുപ്പായി മാറിയിരിക്കുന്നു. അവൻ്റെ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് ഇപ്പോൾ ഇഷ്ടമല്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ആലിയക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടി അങ്ങേയറ്റം ശാന്ത സ്വഭാവക്കാരിയും മാന്യയുമാണ്. അവൾ തൻ്റെ ജോലികൾ കൃത്യമായി ചെയ്യും. അത് കഴിഞ്ഞാൽ ആരോടും മിണ്ടാതെ പോയി വിശ്രമിക്കും. ആരുടെയും കാര്യങ്ങൾ ഇടപെടാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവളുടെ വാടിയ മുഖവും കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകളും കണ്ടപ്പോൾ ആലിയക്ക് ഒരു കാര്യം തോന്നിയിരുന്നു. ഇവൾ വലിയൊരു മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പലതവണ ഡോക്ടർ ആലിയ അവളോട് കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഓരോ തവണ ചോദിക്കുമ്പോഴും അവൾ എന്തൊക്കെയോ മറച്ചു വെച്ച് ഒഴിഞ്ഞു മാറി. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ബോധം കെട്ടു വീണു. കണ്ണുകൾ അടഞ്ഞുപോയി. ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്ന അവളുടെ ചില ടെസ്റ്റുകൾ ഡോക്ടർ ആലിയ നടത്തി. ആ റിപ്പോർട്ടുകൾ കണ്ടതും ഡോക്ടർ ആലിയ ആകെ തകർന്നുപോയി. അവൾ കണ്ട കാഴ്ച അത്രമേൽ ഞെട്ടിക്കുന്നതായിരുന്നു. പുറമെ ഇത്രയധികം മാന്യതയും നിഷ്കളങ്കതയും കാണിക്കുന്ന ഈ പെൺകുട്ടി തൻ്റെ മൂക്കിന് താഴെ ഇത്ര വലിയൊരു ചതി കളിക്കുകയായിരുന്നു. ഡോക്ടർ ആലിയക്ക് കടുത്ത ദേഷ്യം തോന്നി. അവർ ഐസയോട് പരുഷമായി ചോദിച്ചു, എന്നെ നോക്കി പറ, നീ ആരാണ്? നിന്റെ ജോലി എന്തായാണ്? ആദ്യമായാണ് ഡോക്ടർ ഐസയോട് ഇത്രയും കടുപ്പത്തിൽ സംസാരിക്കുന്നത്. വിളറിയ മുഖത്തോടെയും നിറഞ്ഞ കണ്ണുകളാലും തല താഴ്ത്തിയിരുന്ന ഐസയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ വീണ്ടും ദേഷ്യത്തിൽ ചോദിച്ചു, ഐസ, ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്. അവൾ പതുക്കെ തലയുയർത്തി ഡോക്ടർ ആലിയെ നോക്കി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ മാന്യമായ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. എനിക്ക് മോശമായൊരു മറ്റൊരു പശ്ചാത്തലവുമില്ല. ഡോക്ടർ അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിലേക്ക് മെഡിക്കൽ റിപ്പോർട്ടുകൾ വലിച്ചെറിഞ്ഞു. നീ ഗർഭിണിയാണ്, അതും കല്യാണം കഴിക്കാതെ. എന്നിട്ടാണോ നീ നിന്റെ മാന്യതയെക്കുറിച്ച് സംസാരിക്കുന്നത്? എനിക്ക് നിന്നോട് പുച്ഛം തോന്നുന്നു. ഡോക്ടറുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. മേശപ്പുറത്തിരുന്ന ആ റിപ്പോർട്ടുകൾ കണ്ടതും ഐസ തകർന്നു പോയി. അവൾ ഒന്നും മിണ്ടാനാവാതെ കണ്ണു തള്ളി നിന്നു പോയി. ദൈവം എന്തിനാണ് എന്നെ ഇത്ര വലിയ ശിക്ഷ വിധിച്ചത്? എല്ലാം ശരിയാണ്, പക്ഷേ എന്തിന് ഇങ്ങനെ ഒരു നീതിയിൽ എന്നവൾ ഉള്ളിൽ നീറി. ഒടുവിൽ മുഖം കൈകൾ കൊണ്ട് മറച്ചവൾ പൊട്ടിക്കരഞ്ഞു. ഇവൾക്ക് സ്വന്തമെന്ന് പറയാൻ ഒരിടവുമില്ല. ഈ അവസ്ഥയിൽ ഇവൾ ഇനി എങ്ങോട്ട് പോകാനാണ്? ഡോക്ടർ ആര്യ അത്ഭുതത്തോടും പരിഭ്രമത്തോടും കൂടി അവളെ നോക്കി നിന്നു. പിന്നെ പതിയെ അടുത്ത് ചെന്ന് അവളുടെ തോളിൽ കൈവച്ച് ചോദിച്ചു, നീ വിവാഹിതയാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാം, എന്നെ വിശ്വസിക്കാം. തൻ്റെ വിലപ്പെട്ട സമയം ഐസക്കായി ചിലവാക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് അവളിൽ നിന്ന് വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഈ കുട്ടി അർമാൻ മാലിക്കിൻ്റെതാണ്, നിങ്ങളുടെ സ്വന്തം സഹോദരൻ അർമാൻ മാലിക്കിൻ്റെ. ഇത് കേട്ടതും ഡോക്ടർ ആര്യ ഞെട്ടിപ്പോയി. കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവർക്ക് കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ തലയുയർത്തി അവരെ നോക്കി പറഞ്ഞു, ഞാൻ നുണ പറയുകയല്ല. ഞാൻ അർമാൻ മാലിക്കിൻ്റെ ഭാര്യയാണ്. ഈ കുട്ടി അദ്ദേഹത്തിൻ്റെതുമാണ്. ഇതൊരു ചെറിയ കാര്യത്തിനായിരുന്നില്ല. ആ നഗരത്തിലെ പ്രശസ്തനായ ഒരാളെ കുറിച്ചാണ് അവൾ ഇത്ര വലിയൊരു കാര്യം വിളിച്ചു പറഞ്ഞത്. മിണ്ടാതിരിക്കും. നീ ഈ പറയുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? ദേഷ്യം കൊണ്ട് ഡോക്ടർ ആലിയുടെ മുഖം ചുവന്നു തൊടുത്തു. പക്ഷെ വിറക്കുന്ന കാലുകളുമായിട്ടാണെങ്കിലും ഇത്തവണ ഐസ് ഉറച്ചു തന്നെ നിന്നു. നിങ്ങൾ എന്നെ 10 പേരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി ചോദിച്ചാലും എനിക്ക് ഇതേ പറയാനുള്ളൂ. ഞാൻ അർമാൻ മാലിക്കിൻ്റെ ഭാര്യയാണ്. 1 മാസം മുമ്പ് ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ നിക്കാഹ്. പക്ഷേ വിവാഹം കഴിഞ്ഞ രാത്രിക്ക് ശേഷം നിങ്ങളുടെ സഹോദരൻ എന്നെ ഉപേക്ഷിച്ചു. അവൻ എന്നോട് പറഞ്ഞത് ആരോടോ ഉള്ള പക തീർക്കാനാണ് അവൻ എന്നെ ഉപേക്ഷിച്ചതെന്ന്. ഇപ്പോൾ എല്ലാം അവസാനിച്ച് അവൻ പോയിരിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ വഴിക്ക് പോകാം. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴുന്നുണ്ടായിരുന്നു. വിറക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെറും കെട്ടുകഥകളല്ല.
സത്യമാണെന്ന് അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഡോക്ടർ ആലി ഇത് കേട്ട് സ്തംഭിതയായി നിന്നു. ശ്വാസം പോലെ നിലച്ചു പോകുന്ന അവസ്ഥ. അതിനുശേഷം എൻ്റെ സഹോദരന്മാരും പിതാവും എന്നെ തള്ളി പറഞ്ഞു. എന്നെ ഒരു മുറിയിൽ അടച്ചിട്ടു. പട്ടിണിക്കിട്ട് കൊല്ലാനായിരുന്നു അവരുടെ ഭാവം. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ജീവനും കൊണ്ട് ഞാൻ വീണ്ടും ഹോട്ടലിൽ എത്തി. നിങ്ങളുടെ സഹോദരൻ്റെ കാല് പിടിക്കാനാണ് ഞാൻ വന്നത്. അദ്ദേഹം എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ആ മനുഷ്യൻ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ പറയുന്നത് അർമാൻ മാലിക്കിൻ്റെ ഭാര്യ ആണെന്നാണോ? നിന്റെ കയ്യിൽ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ആലിയ ഗൗരവത്തിൽ ചോദിച്ചു. ഐസ തൻ്റെ ഫോണെടുത്ത് ആലിയുടെ മുന്നിൽ വെച്ചു. ഇതിൽ എല്ലാ ചാറ്റുകളും ഉണ്ട്. ഭാഗ്യത്തിന് അർമാൻ മാലിക്കിനൊപ്പമുള്ള ചില ഫോട്ടോകൾ എനിക്ക് രഹസ്യമായി എടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിക്കാഹ് രേഖയില്ല. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലെങ്കിൽ എൻ്റെ വയറ്റിലുള്ള ഈ കുട്ടിയുടെ DNA ടെസ്റ്റ് നടത്തിക്കും. ഉമ്മയുടെ രണ്ടാം വിവാഹം അന്ന് സഹിച്ചത് തന്നെ അവർക്കൊരു ആൺകുട്ടി വേണമെന്ന ആഗ്രഹം കൊണ്ടായിരുന്നു. അങ്ങനെ 4 പെൺകുട്ടികൾക്ക് ശേഷം ആ ഒരേ ഒരു ആൺതരി പിറന്നു. അവന് രണ്ടാനച്ഛൻ്റെ ചോരയാണെങ്കിലും അവർക്കൊരു വലിയ കണ്ണലായിരുന്നു അവൻ. അവർക്കൊപ്പം എന്തിനും ഏതിനും കൂടെ നിൽക്കാൻ ഉറപ്പുള്ള ഒരു കൈത്താങ്ങ്. അതിനുശേഷം അള്ളാഹു അച്ഛന് 2 ഇരട്ട പെൺകുട്ടികളെ കൂടി നൽകി. അങ്ങനെ അവൻ 6 സഹോദരിമാരുടെ ഏക സഹോദരനായി മാറി. പക്ഷെ ഒരിക്കൽ പോലും അവരിൽ ആരോടും അവൻ രണ്ടാനച്ഛൻ്റെ മകനാണെന്ന ഭാവം കാണിച്ചിട്ടില്ല. സഹോദരിമാരോട് അത്രയേറെ സ്നേഹമായിരുന്നു അവന്. അവൻ അവരുടെ അഭിമാനമായിരുന്നു. അവൻ്റെ വ്യക്തിത്വം കണ്ടാൽ ആരും അവൻ്റെ മുമ്പിൽ തല കുനിച്ചു പോകും. പക്ഷേ തൻ്റെ മുന്നിലിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് അത്രയ്ക്ക് നിഷ്കളങ്കയായിരുന്നു. തൻ്റെ ജീവിതം ഇത്രത്തോളം തകർന്നു പോയ സ്ഥിതിക്ക് ഇനി ഒന്നും കേൾക്കാൻ ബാക്കിയില്ല എന്ന അവസ്ഥയിലായിരുന്നു അവൾ. 2 ആഴ്ചക്കുള്ളിൽ അർമാൻ വിദേശത്ത് നിന്ന് തിരിച്ചെത്തി. അവളെ കണ്ടെത്താനായി അവൻ ആകാശം മുട്ടെ പരിശ്രമിച്ചു. പക്ഷേ അവളെ ഒന്ന് കാണാൻ പോയിട്ട് അവളുടെ ശബ്ദം പോലും കേൾക്കാൻ അവന് കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ അവളുടെ നാട്ടിലെത്തി. അവിടുത്തെ നാട്ടുകാർ അവനോട് പറഞ്ഞു അവളുടെ അച്ഛനും സഹോദരന്മാരും ചേർന്ന് അവളെ കൊന്നുകളഞ്ഞെന്ന്.